നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണിച്ചാറിലെ സാംസ്കാരിക നിലയത്തിന് മുൻപിലാണ്. 1995 UDFന്റെ ഭരണകാലഘട്ടത്തിൽ പണികഴിപ്പിച്ച സാംസ്കാരിക നിലയവും 2008 പണികഴിപ്പിച്ച വയോജന പകൽ വിശ്രമ കേന്ദ്രവും ഇന്ന് ഉപയോഗശൂന്യമായി കാട് പിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഈ സാംസ്കാരിക നിലയവും വയോജന പകൽ വിശ്രമ കേന്ദ്രവും ആർക്കും ഉപയോഗമില്ലാതെ വർഷങ്ങളായി കാടുപിടിച്ച് കിടക്കുകയാണ്. 1995 പണി പൂർത്തീകരിച്ച് തുറന്നു നൽകിയ സാംസ്കാരിക നിലയം ഇപ്പോൾ പാമ്പുകളുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 2008 പൂർത്തീകരിച്ച വയോജന പകൽ വിശ്രമ കേന്ദ്രമാകട്ടെ വയോജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി വാങ്ങിയ വർക്കൗട്ട് ഉപകരണങ്ങളും കൂടാതെ TV, വീൽചെയർ, വാട്ടർ ബെഡ് തുടങ്ങിയവയും ഉപയോഗശൂന്യമായി തുരുമ്പെടുത്ത് പൊടി പിടിച്ച് കിടക്കുകയാണ്. ആർക്കും ഒരു ഉപയോഗവുമില്ലാതെ ഈ രണ്ട് കെട്ടിടങ്ങളും ഏകദേശം 7 വർഷമായി ഇങ്ങനെ കിടന്നിട്ടും റോഡ് അലൈൻമെന്റിന്റെ പേരിൽ അധികൃതർ ഇങ്ങോട്ടേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. നിലവിൽ പുനഃക്രമീകരിച്ച റോഡ് അലൈൻമെന്റ് പ്രകാരം ഈ കെട്ടിടങ്ങൾ പുനർനവീകരിച്ച് തുറന്നു പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ലാത്തതിനാൽ എത്രയും പെട്ടെന്ന് ഈ കെട്ടിടങ്ങൾ ജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. ഈ രണ്ട് സ്ഥാപനങ്ങളും വർഷങ്ങളായിട്ട് ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. പ്രദേശവാസി എന്ന നിലയിൽ ഇതിന്റെ പ്രവർത്തനം ഇത് തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ കുറേയധികം ആളുകൾക്ക് പ്രയോജനപ്പെടും. മാറി വന്ന ഭരണസമിതി ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 1995 ഉദ്ഘാടനം ചെയ്തതാണ് പഞ്ചായത്തിന്റെ സാംസ്കാരിക നിലയം. അത് കുറച്ചു കാലം പ്രവർത്തിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുതിർന്ന പൗരന്മാരുടെ പകൽ വിശ്രമ കേന്ദ്രം 2008 ഉദ്ഘാടനം നടത്തിയത്. അതും കുറച്ചു കാലം തുറന്ന് പ്രവർത്തിച്ചു. അത് വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള ഒരുപിടി കാര്യങ്ങൾ ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പല ഉപകരണങ്ങളും, ലക്ഷങ്ങൾ വിലമതിക്കുന്ന പല ഉപകരണങ്ങളും തുരുമ്പെടുത്തും വെയിലും മഞ്ഞും കൊണ്ട് അതിനുള്ളിൽ നശിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേക പരിഗണനയിലെടുത്ത് പുതിയ ഭരണസമിതി ഈ രണ്ട് സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം ഈ രണ്ട് കെട്ടിടങ്ങളും പുനർനവീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൈക്കുന്നേൽ ചാക്കോ ട്രൂത്ത് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സാംസ്കാരിക നിലയവും വയോജന പകൽ വിശ്രമ കേന്ദ്രവും ഈ രണ്ട് കെട്ടിടങ്ങളും ഒരുപാട് വർഷമായിട്ട് ഉപയോഗശൂന്യമായിട്ട് കാട് കയറി കിടക്കുകയാണ്. അത് ഈ പുതിയ ഭരണസമിതിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ഈ കണിച്ചാറ് വയോജന വിശ്രമ കേന്ദ്രവും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നിലയവും ഇത് രണ്ടും കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് യാതൊരു മെയിൻ്റനൻസും നടത്താണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാണ്ട് അതൊരു അനാഥമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ജനങ്ങളുടെ ആവശ്യാർത്ഥം ഞങ്ങൾ അടുത്ത 2026-2027 വർഷത്തിൽ ആ രണ്ട് ബിൽഡിങ്ങുകളും അതിൻ്റെ അറിയിക്കുന്ന പരിഗണന വെച്ചുകൊണ്ട് അതിൽ ഫണ്ട് വെക്കാനും അതോടൊപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രാഥമിക തലത്തിൽ അതിന് ചർച്ചകൾ വർക്കിംഗ് ഗ്രൂപ്പുകളിലൊക്കെ അതിന് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളനുസരിച്ച് കണിച്ചാർ പഞ്ചായത്ത് പ്രത്യേകിച്ച് എൻ്റെ വാർഡാണ്, 3-ാം വാർഡിൽപ്പെട്ട ഇതാണ്. ആ രണ്ട് ബിൽഡിങ്ങുകൾ നവീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. ഈ രണ്ട് കെട്ടിടങ്ങളും പുനർനിർമ്മിച്ച് തുറന്നു നൽകുന്നതിലൂടെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങളും അതുപോലെ തന്നെ വയോജനങ്ങളും അടക്കമുള്ള നിരവധി ജനങ്ങൾക്ക് അന്യം നിന്നു പോകുന്ന വായനശാല അടക്കമുള്ള നിരവധി സൗകര്യങ്ങളാണ് തുറന്നു നൽകുവാൻ സാധിക്കുക. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.